നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തിയറിയാണ് ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന, നിങ്ങളുടെയും എൻ്റെ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇത്രയും കാലം തിയറിയായിട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നിത്യജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും, ഓരോ കുടുംബത്തിൽ, എൻ്റെയും നിങ്ങളുടെ എല്ലാ കുടുംബത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളുടെ ദൃശ്യാവിഷ്കാരമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു കൂട്ടായ്മയാണ്, ആരെയും പറ്റിക്കാനോ ചതിക്കാനോ വേണ്ടിയിട്ടല്ല. ഓരോ കുടുംബങ്ങളിലും സംഭവിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന അതേ നിമിഷം തന്നെ നിങ്ങൾ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടുക. അങ്ങനെ എല്ലാവർക്കും ജീവിതം നല്ല രീതിയിൽ തിരിച്ചടിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ എല്ലാ മാസത്തിലും വന്ന് പ്രാർത്ഥന ചെയ്ത് ജീവിത വിജയം നേടാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എടി എന്ത് പറ്റിയടി? എന്താണ് സംഭവം? എന്താ നിങ്ങൾ കൂടുതൽ എന്നോട് സംസാരിക്കില്ല. എന്താണ്? എത്ര നാളായി ഇങ്ങനെ? എടി എന്താടി നീ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടില്ലേ? ട്രീറ്റ്മെന്റ് ചെയ്ത് എവിടം വരെയായി? എന്നിട്ട് ഇത്ര നാളായിട്ട് ഒരു കുഞ്ഞിനെ ഉണ്ടോ? എടി ഇത് എല്ലാ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളല്ലേ? എല്ലായിടത്തും ഇത് തന്നെ ഉണ്ട് സംഭവം. നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും എന്നെ ചതിക്കുകയായിരുന്നു. നീ അങ്ങനെയൊക്കെ നീ സംസാരിക്കല്ലേ. ഒരു കുടുംബത്ത് പ്രശ്നങ്ങളില്ലാതെ നമുക്ക് പരിഹാരങ്ങൾ ചെയ്യാലോ. എത്ര ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നു, ഇതിൽ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയില്ലേ? ദൈവം ഒരാളുണ്ടല്ലോ. എന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടോ? എടി നീ ഒന്ന് സമാധാനപ്പെട്. ഞാൻ എത്ര പ്രതീക്ഷകളോടെ ഈ കുടുംബത്തോട്ട് കയറി വന്നേന്നറിയോ? എടി ഇതിനൊരു വഴി നമുക്ക് ഉണ്ടാക്കാം. ഇനി ഒന്നും ശരിയാക്കാനില്ല. ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോവാം. ഇതെവിടേക്ക് മോള് പോകുന്നു? മോളെ ഒന്നവിടെ നിന്നേ മോളെ. ഇത് എവിടേക്ക് മോള് പോകുന്നത്? അമ്മയോടൊന്ന് പറഞ്ഞു. ഞാൻ എന്റെ വീട്ടിൽ പോവാ. മോളെ ഇത് എവിടേക്ക്? വീട്ടിൽ പോവാന്ന് എപ്പോഴും ഈ പറയുന്നത്. നമുക്ക് എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട് മോളെ. മോളിങ്ങനെ പിണങ്ങി പോവാതെ. എന്താ മോളുടെ പ്രശ്നം? അമ്മയ്ക്ക് അറിയില്ലേ എന്താ പ്രശ്നം? അമ്മ ഒരു പെണ്ണല്ലേ. എന്റെ പ്രശ്നങ്ങൾ അമ്മയ്ക്ക് മനസ്സിലാവത്തില്ലേ? അമ്മയ്ക്ക് മാത്രമേ എൻ്റെ മകളുടെ പ്രശ്നം മനസ്സിലാവുള്ളൂ. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നു മകൾക്ക് ഇനി ഒരു ഡോക്ടറെ കൂടെ കൊണ്ടുപോയി കാണിക്കുക. നമുക്ക് അതും കൂടെ നോക്കിയിട്ട് നമുക്ക് നോക്കാം. എടുത്തു ചേട്ടാ ഒന്ന് പറഞ്ഞു. മോൾ ഇവിടെ വന്ന കാലം തൊട്ട് ഞങ്ങളുടെ സ്വന്തം മോളെ അറിയോ? മോൾ ഇവിടെ വിട്ട് പോയാൽ ഞങ്ങളുടെ ജീവിതം തന്നെ പോക്കാം. ഈ നാട്ടുകാർ ഞങ്ങളോട് എന്ത് പറയും? അച്ഛാ എനിക്ക് ഈ നാട്ടിലിറങ്ങി നടക്കണ്ടേ? ഇതൊക്കെ ദൈവത്തിന്റെ നിശ്ചയമാണ്, ഈശ്വര നിശ്ചയം. നമ്മൾ എത്ര പണം മുടക്കിയിട്ട് കാര്യമൊന്നുമില്ല. മോൾക്കറിയാവോ, ഇന്ന് ആധുനിക ചികിത്സാ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് കേക്ക് മോളെ. അതോടൊപ്പം നിങ്ങൾ ദൈവത്തോട് ഒന്ന് ഇറങ്ങി വന്ന് പറഞ്ഞിടാം. ശരിയാവും. മോളെ ഒരു നിമിഷം അവൻ പറയണ കേട്ടെ. ചാടാതെ മോളെ നിക്ക്. മോളെ അങ്ങോട്ട് നടന്നേ.
എന്താ ചേട്ടാ ഇങ്ങനെ ഇരിക്കുന്നത്? കുറെ നേരമായില്ലേ ഞാൻ ആ ചോറ് കൊണ്ട് തന്നിട്ട്. ഒന്നുമില്ലാടി, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുക. എന്താ ഇത്ര ആലോചിക്കാൻ? അല്ല, നമ്മുടെ മോനെ കല്യാണം കഴിപ്പിച്ചു, അവൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് അവളുടെ വഴിക്ക് പോയി. നിങ്ങൾ ഇങ്ങനെ പറയാതെ, അവളുടെ വിഷമം കൊണ്ട് അവൾ അങ്ങനെ ഇറങ്ങിപ്പോയതായിരിക്കും. അത് നമുക്ക് നമ്മുടെ മോനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ചേട്ടാ. നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങി നടക്കാൻ എനിക്കിപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതാണ് അവസ്ഥ. ഒരു കാര്യം ചെയ്യേ, ചേട്ടൻ്റെ കൂട്ടുകാരൻ എന്തോ അമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് മോൻ വരുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്ക്. ഓ, ആ അമ്പാട്ടൻ മുരളി, ആ ആ അവൻ എന്നോട് പറഞ്ഞു പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിൽ ആ ആ ഒരു വിശേഷ പൂജയുണ്ട്, അത് നടത്തിയവർക്കൊക്കെ ഫലം കിട്ടിയെന്നാണ് പറയണത്. ആ അവൻ്റെ പെങ്ങടെ കുട്ടിക്ക് 8 വർഷമായിട്ട് കുട്ടികളില്ലാതിരുന്ന വിവാഹം കഴിഞ്ഞിട്ട് ഓ അവർക്ക് ഫലം കിട്ടി. ഇപ്പോൾ ഒരു മോനുണ്ട്. നന്നായി. ഇതൊക്കെ അവൻ എന്നോട് പറഞ്ഞു. പക്ഷെ നമ്മുടെ മോനോട് ഇതൊക്കെ പറഞ്ഞാൽ കേൾക്കുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ അവൻ കേട്ടോളും. നിങ്ങൾ അവൻ വരുമ്പോൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ആ, മതി. ഈശ്വരൻ അവന് ചോദിക്കട്ടെ, അല്ലാതെ ഞാനെന്ത് പറയാം. എന്തായാലും വരാറായിട്ടുണ്ട് കേട്ടോ. ആ, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങ് പറഞ്ഞേക്കാം. മതി മതി, അത് മതി. ആ. ഹലോ ഹലോ, ആ മോളെ ഞാൻ വിചാരിച്ചു ഞാൻ വിളിച്ചിട്ട് മോൾ ഫോൺ എടുക്കാതായപ്പം ഇത് എവിടെ പോയി എന്ന് വിചാരിച്ചു. എന്താ മോൾ ഒന്നും പോലും ഇങ്ങോട്ട് വിളിക്കാതിരുന്നത്? അമ്മ എപ്പോഴും വിചാരിക്കും മോൾ വിളിക്കുന്നു. എന്താ മോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? മോളെ അങ്ങനെയൊന്നും വിചാരിക്കാതെ. ഞാനിപ്പോൾ എന്തിനാ എൻ്റെ മോളെ വിളിച്ചതെന്നറിയാമോ? ആ നിൽക്ക് ഞാൻ പറയട്ടെ ഒരു കാര്യം. മോളെ ഞാൻ ആദ്യം ഒന്ന് പറയട്ടെ, മോളത് കേൾക്ക് ആദ്യം ഒന്ന്. അതെ, ഇവിടെ അടുത്ത് നമ്മുടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഒരു നാഗരാജ ക്ഷേത്രത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മോൾ ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു വഴിപാട്, ഇപ്പോൾ ശിവരാത്രി വരാൻ പോവല്ലേ, അപ്പോൾ അവിടുത്തെ തന്ത്രി പറഞ്ഞിട്ടുണ്ട് ആ ശിവരാത്രിക്ക് എൻ്റെ മോളും മോനും കൂടെ അവിടെ പോയിരുന്ന് ഭജനയ്ക്ക് ഇരിക്കുകയും അവിടെ നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും എൻ്റെ മോളുടെ വിഷമം മാറിക്കിട്ടുന്നു. ഈ അമ്മയ്ക്ക് വേണ്ടി മോൾ ഒന്ന് ചെയ്യണേ മോളെ. മോൾ അങ്ങനെ പറയാതെ. മോൾ ഒരു പ്രാവശ്യം ഒന്ന് കേൾക്ക് മോളെ, പ്ലീസ്. നമ്മുടെ എല്ലാവരുടെയും വിഷമം മാറും. മോൾ വരില്ലേ? വരണം കേട്ടോ. ആ, 2 പേരും കൂടെ ഒന്ന് തൊഴുതാൽ മാത്രം മതി അവിടെ പോയിരുന്നിട്ട്. എല്ലാം നമുക്ക് ദൈവം തരും. ശരി മോളെ, അമ്മയ്ക്ക് സന്തോഷമായി.
ഗുരുനാഥ. നമസ്കാരം. നമ്മുടെ എന്തായിരുന്നു ആവശ്യം? നമ്മൾ സന്താന ഭാഗ്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഇപ്പോൾ 5 വർഷമായി. 5 വർഷമല്ലേ? അപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒന്നും നോക്കിയില്ലായിരുന്നോ? ട്രീറ്റ്മെൻറ്റ് ഒരു 3-4 സ്ഥലത്ത് നോക്കിയായിരുന്നു. IVF നടത്തിയായിരുന്നു. പിന്നെ ഒരുപാട് അമ്പലങ്ങളിൽ നമ്മൾ പോയി ഉരുളി കമത്തി. പിന്നെ ജ്യോത്സ്യന്മാരെ കണ്ടില്ലായിരുന്നോ? ജ്യോത്സ്യന്മാരെ കണ്ടു. അവർ ഓരോ വഴിപാടുകളൊക്കെ ചെയ്യാൻ പറഞ്ഞു. അവർ കറക്റ്റായിട്ട് അത് പറഞ്ഞു തന്ന പോലെ തന്നെ നമ്മൾ ചെയ്തു. ആവാന പൂജ ഒന്നും നടത്തിയിട്ടൊന്നുമില്ലേ? പൂജകളൊന്നും നടത്തിയിട്ടില്ലേ? പൂജകൾ നടത്തിയിട്ടുണ്ടല്ലേ? പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയി ഉരുളി അമർത്തിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഇതെന്താ സംഭവം എന്നുള്ളത്. അതായത് ഒരുമാതിരി സന്താനഭാഗ്യം ഇല്ലാണ്ട് വരുന്നതെല്ലാം ഒരു 90% സർപ്പദോഷമായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ കാരണം നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് പോകാം. പേരെന്തായിരുന്നു? അരുൺ. നക്ഷത്രം? അശ്വതി. പുള്ളിയുടെ ശ്രീലക്ഷ്മി. ചോതി. പിന്നെ നമ്മുടെ വീട്ടുകാരോ? കളത്തിപ്പറമ്പിൽ. സ്ഥലം വൈറ്റില. അപ്പോൾ ഞാൻ രാശി വയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചോളൂ. നോക്കിയത് മെയിനായിട്ട് സർപ്പദോഷമാണ് കാണിക്കുന്നത് കേട്ടോ. അത് നിങ്ങളുടെ സ്ഥലബന്ധമായിട്ടേ വല്ല ചതുപ്പോ നിലോ അതായത് പാടം അല്ലെങ്കിൽ കുളമോ കിണറോ തോടെന്തെങ്കിലും നികത്തി പോയിട്ട് അറിയോ? ഒരു കുളം നികത്തി. അപ്പോൾ അതിൽ നിന്ന് വന്ന സർപ്പദോഷമാണ് സന്താനമില്ലാത്തത് കേട്ടോ. അപ്പോൾ നമ്മളത് ആവാന പൂജയിൽ വന്ന് ഈ സർപ്പദോഷം ആവാഹിച്ച് കളഞ്ഞ് പിന്നീട് പാൽപ്പായസ ഹോമം എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് മഹാദേവൻ്റെ സന്നിധിയിലാണ്. അതുകൂടി ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം ഓക്കെ ആവും കേട്ടോ. ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ലാണ്ട് തന്നെ. ഇനി ട്രീറ്റ്മെൻറ്റിന് പോയാലും നിങ്ങൾ അതിൽ ജയിക്കും. അതായത് നോർമലിൽ നോക്കാം, ഇല്ലെങ്കിൽ മാത്രം ട്രീറ്റ്മെൻറ്റിന് പോയാൽ മതി. കാരണം ചില സംഭവങ്ങൾ അസുഖം മറിഞ്ഞെടുക്കും. അപ്പോൾ ഈ സർപ്പദോഷം മാറുമ്പോൾ അതെല്ലാം ഓക്കെ ആയിക്കോളും കേട്ടോ. പിന്നെ കുടുംബക്ഷേത്രമൊക്കെ ഉണ്ടോ? കുടുംബക്ഷേത്രം ഉണ്ടായിരുന്നാണ്. ഇപ്പോൾ അവിടെ പൂജ ഇപ്പോൾ കുറേ വർഷമായിട്ട് മുടങ്ങി കിടക്കണേ. അപ്പോൾ അതിനൊക്കെ പരിഹാരം നമ്മളിവിടെ പൂജയ്ക്ക് വരുമ്പോൾ പറഞ്ഞു തരും. പിന്നെ മാതാപിതാക്കൾ അവരൊക്കെ ബലിയൊക്കെ ഇടാറുണ്ടോ? നിങ്ങളുടെ മാതാപിതാക്കൾ ബലി ഇടാറുണ്ടോ? ഇടാറുണ്ട്. പിന്നെ വീടിൻ്റെ വാസ്തുവൊക്കെ അടുക്കളൊക്കെ ഏത് ഭാഗത്ത് അറിയോ? കിഴക്കാണ്. വടക്കിഴക്കോ തെക്കിഴക്കോ? കിഴക്ക്. അങ്ങനെ വരില്ല. തെക്കിഴക്കോ വടക്കിഴക്കോ എന്നുള്ള രീതിയിലായിരിക്കും. അതെന്തായാലും ഇവിടെ കണക്ക് തെറ്റായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ നിന്ന് വാസ്തുവാചാര്യം വരും. അപ്പോൾ അത് നോക്കിക്കേണ്ടി വരും കേട്ടോ. കാരണം ചില കേസുകളിൽ സന്താനഭാഗ്യം റെഡി ആവണമെങ്കിൽ വാസ്തു കൂടി ശരിയാവേണ്ടി വരും. അപ്പോൾ അതിലേക്കൊക്കെ വരുമ്പോൾ പറയുന്ന 4 കാര്യമുണ്ട്. ഒന്ന് ധർമ്മദേവത പ്രീതി. അത് നമ്മൾ ആവാന പൂജയിൽ വരുമ്പോൾ അതിൻ്റെ കാര്യമൊക്കെ റെഡിയാക്കി തരും. പിന്നെ പിതൃപ്രീതി എന്ന് പറയുമ്പോൾ ബലി ഇടുന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമില്ല. അതായത് ശ്രാദ്ധ ബലി ഇല്ലാത്തവർക്ക് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യിക്കും. പിന്നെ ആകെ വന്ന പ്രശ്നം വീടിൻ്റെ വാസ്തുവാണ്. അത് തെറ്റാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് പറയുന്ന പോലെ നിങ്ങൾ അനുസരിക്കേണ്ടത്. അപ്പോൾ വിൽക്കണ്ടാണെങ്കിൽ വിൽക്കണം, വാടകയ്ക്ക് കൊണ്ടാണെങ്കിൽ വാടകയ്ക്ക് കൊടുക്കണം. ആ ഒരു ലെവലിലേക്ക് വന്ന് നമുക്ക് ആവാന പൂജയിൽ വരാം. ഇതെല്ലാം മാറ്റി കഴിയുമ്പോൾ സംഗതി ഓക്കെ ധൈര്യമായിട്ട്. അത് സന്താനഭാഗ്യം മാത്രമല്ല, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും പിന്നീടുള്ള തൊഴിൽ അതെല്ലാം നല്ല രീതിയിലേക്ക് വരും കേട്ടോ. അപ്പോൾ ആവാന പൂജ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഭവമല്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ക്ഷേത്രമായിട്ട് നല്ല ബന്ധത്തിൽ പോയാൽ നിങ്ങൾക്ക് ഏതൊരു കാര്യവും ചെയ്ത് മുന്നോട്ട് പോകും സാധിക്കും കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് പോകുക. ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. ഇതിനുമ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ കേസുണ്ട് ഇവിടെ. സന്താനഭാഗ്യമുള്ള ഒരുപാട് കേസുണ്ട്. അതൊക്കെ മാറ്റുമ്പോൾ തടസ്സം മാറ്റുമ്പോൾ റെഡിയാകും. ഇതിപ്പോൾ ഞങ്ങൾ അറിഞ്ഞത് അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ ഇതേപോലെ തന്നെ ഒരു 8-10 വർഷമായിട്ട് സന്താനഭാഗ്യം ഇല്ലാതിരുന്നതാണ്. ഇവിടെ ആവാന പൂജ നടത്തിയപ്പോൾ റെഡി. ഇപ്പോൾ ഇവിടെ നടത്തിയപ്പോൾ അങ്ങനെ റെഡിയായി. അതുകൊണ്ടാണ് ഇങ്ങോട്ട് അച്ഛനും അമ്മയും. ഇപ്പോൾ ഇവള് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് വടക്കി വീട്ടിലേക്ക് പോയി. ലാസ്റ്റ് വീണ്ടും അമ്മ ഫോൺ ചെയ്ത് വിളിച്ച് വരുത്തി. എന്നും വീട്ടിൽ പ്രശ്നങ്ങളാണ്. അല്ലാതെ ഇതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ സർപ്പദോഷമുള്ളപ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നാളൊക്കെ ചേരേണ്ടതാണ്. പക്ഷേ ഈ സർപ്പദോഷം നിൽക്കുന്നതുകൊണ്ട് കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മാറ്റുമ്പോൾ ശരിയാവും കേട്ടോ. ശരി, ഓക്കെ. എൻ്റെ പേര് അരുൺ, എറണാകുളം സ്വദേശിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. 5 വർഷമായിട്ടും എനിക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് അമ്പലങ്ങളിലും പിന്നെ ഒരുപാട് ഹോസ്പിറ്റലുകളിലും കയറി ഇറങ്ങി IVF ഒക്കെ നടത്തി. എന്നിട്ടും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അതേ തുടർന്ന് എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഭാര്യ വീട് വിട്ടുപോയി. അതിനുശേഷം ഞാൻ ഒരുപാട് തകർന്നു പോയി. ഡിപ്രഷൻ സ്റ്റേജിൽ വരെ ഞാൻ എത്തി. അങ്ങനെ ഇരിക്കെ എൻ്റെ അച്ഛനാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്നും നമുക്കവിടെ പോയി കഴിഞ്ഞാൽ നിൻ്റെ കാര്യങ്ങളിൽ എല്ലാം നല്ലതേ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും കൂടി പേരമംഗലത്തെ നാഗരാജ ക്ഷേത്രത്തിൽ വരികയും ഇവിടുത്തെ ഗുരുനാഥനെ കാണുകയും ഇവിടുത്തെ പൂജകളിൽ പങ്കെടുക്കുകയും ചെയ്തു.
എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. എൻ്റെ ഭാര്യ 2 മാസം ഗർഭിണിയാണ്. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇവിടെ പരിഹാരമുണ്ട്. എൻ്റെ ജീവിതമാണ് സാക്ഷ്യം.